ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ഹാർട്ട് ബീഡ്സ് ഈ ഒരു ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഐപ്പിന്നാണ്. ഐപ്പിന്നും ഹെഡ് പിന്നും വരുന്നുണ്ട്. 2 പിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രം മതി, നമുക്ക് അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹെഡ് പിന്നും ഐ പിന്നുമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നമ്മളിതിനകത്ത് ഇലാസ്റ്റിക് വയറോ അല്ലാതെ വേറെ നൂലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഇതുകൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു നല്ല ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ലോക്ക് വരുന്ന ഫിഷ് ലോക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇത് മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബീഡ്സിനകത്ത് നമുക്ക് ഹെഡ് പിൻ ഇട്ടിട്ട് അതൊന്ന് വളച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വിരൽ അടിഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ വിരൽ മേളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അത് രണ്ടും ഫിറ്റായിട്ട് പിടിക്കുക. അപ്പം നമുക്ക് ആ ഹെഡ് പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്കത് മടക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അതൊരു പാടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഞാൻ ഇപ്പോൾ ചെയ്തത് എന്ത് ഈസി ആയിട്ടാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും, എന്നാലും 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്നായിക്കോളും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് മുമ്പ് കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പിന്നെ നമ്മൾ വരുന്നത് ഐപ്പിന്നാണ്. ഐപ്പിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കുറച്ചിങ്ങോട്ട് മാറ്റി ഈ ഫിഷ് ലോക്ക് കയറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫിഷ് ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം അത് അടുപ്പിച്ച് വെക്കുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പിന്നെ ഊരിപ്പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഐപ്പിൻ്റെ അത് ഹെഡ് ഭാഗം ഒന്ന് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങനെ വിട്ടൊന്നും പോകത്തില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോത്തില്ല. പിന്നെ വരുന്നത് ഈ ഒരു കളറ് ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു ബീഡ്സ് ഇട്ട ശേഷം ഐപ്പിന്നിൻ്റെ ബാക്കി ഇത്രയും ലെങ്ത് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മളത് മടക്കിയ ശേഷം നമുക്ക് ബാക്കി വരുന്ന പോർഷനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് എൻ്റെ കട്ടിംഗ് പ്ലെയർ അത്ര മൂർച്ചയൊന്നുമില്ല, ഞാൻ കുറച്ച് മസിലൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ അത് സാധിക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് അതിൽ നിന്നും ആ ഒരു പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ എനിക്ക് ഒരു തരത്തിലും പറ്റുന്നില്ല. കാരണം അത് മൂർച്ച പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ അതിൽ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആകെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കത്രികയും കൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു ഹെഡ് പിന്ന് വെച്ചിട്ടുള്ള ബീഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആദ്യം ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഐപ്പിന്നൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ബാക്കി ഭാഗം ഒന്ന് മടക്കി ഒരു ബീഡ്സിൻ്റെ ഹോളിലായിട്ട് ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുക. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഊരി വരരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഫസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ മെത്തേഡിൽ നമ്മുടെ ആർക്കാണോ വേണ്ടത് അവരുടെ കൈയുടെ അനുസരിച്ച് അളവിനനുസരിച്ച് നമുക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല നല്ല ബീഡ്സുകൾ, നല്ല ഭംഗിയുള്ള ബീഡ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാം. അതുകൊണ്ട് ഇതുപോലെ ഞാൻ ആ കത്രികയ്ക്കാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ കട്ടിംഗ് പ്ലെയർ നമുക്ക് പണി തന്നു, നല്ലൊരു പണിയാണ് തന്നത്. അപ്പം ഇതുപോലെ കത്രികയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്.
ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത അതേ മോഡൽ ആദ്യം നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ഐപ്പിൻ ഇട്ട് കൊടുക്കുക. ഐപ്പിൻ ഇടുമ്പം ഞാൻ കാണിക്കാൻ വിട്ടുപോയാണ്. നമ്മൾ ചില ഐപ്പിനൊക്കെ അതിൻ്റെ ഹെഡ് മണ്ട ഭാഗം നമ്മൾ വളഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതിൽ നിന്നും ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ഒന്ന് ആ ഒരു ബീഡ്സിൻ്റെ ഹോളിലോട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് മുഴുവൻ ചെയ്തെടുക്കാം. ആർക്കാണോ ചെയ്യുന്നത് അവരുടെ കൈയുടെ അളവിനനുസരിച്ചാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കൈയുടെ അളവിനുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒന്ന് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. ബീഡ്സ് ഇട്ട ശേഷം ഐപ്പിനൊന്ന് മടക്കി കൊടുക്കുന്നു. അതിന് ശേഷം അത് കട്ട് ചെയ്ത ശേഷം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കോർത്ത് വെച്ചിരുന്ന ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം ഐപ്പിൻ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്കതൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ടോ. നമ്മളിപ്പോൾ ഒരു ഹാങ്ങിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് എടുത്തു. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ ഹാങ്ങിങ് ഉള്ള ബീഡ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ലെറ്റർ ബീഡ്സ് ഹാങ്ങിങ്ങിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടാമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ നമുക്കിതുപോലെ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് ഫുള്ളും ചെയ്യുന്നത് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് 2-3 പ്രാവശ്യം കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിന് ശേഷം ആ റിങ് ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫിഷ് ലോക്കാണല്ലോ ഇട്ടേക്കുന്നത്, അപ്പോൾ അതിനെ കോർക്കാൻ വേണ്ടി ഒരു റിങ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത ശേഷം അതിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗത്ത് ഇതുപോലെ റിങ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ആ പ്ലെയർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്നത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അഥവാ ഊരിയൊന്നും പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. കണ്ടേ, ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈക്ക് അത് ചേരത്തില്ല, അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കയ്യിലൊന്ന് ഇട്ട് കാണിക്കാം. വളരെ നല്ല ഭംഗിയാണ്. ആ വീഡിയോയ്ക്കകത്ത് അത്രയും ഭംഗി വരുന്നുണ്ട്, പക്ഷേ നേരിട്ട് കണ്ടാൽ നല്ലൊരു ഭംഗിയാണ് ആ ഒരു ബ്രേസ്ലെറ്റ് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിലത് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഈ ഒരു രീതിയിൽ കിടക്കും. കണ്ട് എന്ത് രസമാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.